വെൽക്കം ടു ലേണിംഗ് ഗ്ലാഡർ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതും ഗ്രാമർ ക്ലാസ്സാണ്. കഴിഞ്ഞ ഗ്രാമർ ക്ലാസ് മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തണം. അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ ചാനൽ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നൗണിനെ കുറിച്ചാണ്. എ നെയിമിംഗ് മീഡിയസ് കാൾഡ് നൗൺ. പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. എ നൗൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 ഗ്രൂപ്പ്സ്: കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, മെറ്റീരിയൽ നൗൺസ്. അപ്പോൾ നിങ്ങൾക്ക് പേരായ ശബ്ദമാണ് നാമം എന്നുള്ളതറിയാം. നാമത്തെ പൊതുവായിട്ട് 5 തരംതിരിക്കുന്നു. ഒത്തിരി ഉണ്ട്, അതിൽ 5 നമ്മൾ എടുത്തു പറയുന്നത്. അതാണ് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, മെറ്റീരിയൽ നൗൺസ്. ഇനി നമുക്ക് നാമത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമൺ നൗണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എ നെയിം ഗിവൺ എനി പേഴ്സൺ, പ്ലേസ്, ആനിമൽസ് ഓർ തിങ് ഓഫ് ദ സെയിം കൈൻഡ്. പിന്നെ അടുത്തത് പ്രോപ്പർ നൗൺ, എ പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്സ്. കളക്റ്റീവ് നൗൺസ്, എ ഗ്രൂപ്പ് ഓഫ് എ കളക്ഷൻ ഓഫ് പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ് ഓഫ് ദ സെയിം കൈൻഡ്. മെറ്റീരിയൽ നൗൺസ് are the nouns express a material from which things or made. പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബ്സ്ട്രാക്ട് നൗണിനെ കുറിച്ചാണ്. അബ്സ്ട്രാക്ട് നൗൺ ഈസ് ദ നെയിം ഓഫ് ക്വാളിറ്റി, ഫീലിംഗ് ആൻഡ് ആക്ഷൻ ഓർ സ്റ്റേറ്റ്. ഓണസ്റ്റി, ആക്ഷൻ ആൻഡ് എക്സാമ്പിൾ. തൊണ്ടയ്ക്ക് കുറച്ച് കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചുമയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ നാമം എന്ന് പറയുന്നത് കോമൺ നൗണാണ്. കോമൺ നൗൺ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരെ കുറിച്ച് പറയുന്നത്. മറ്റേത് ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരാൾക്കാരെ എടുത്ത് പറയുന്നതാണ് പർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ് ഓർ തിങ്സ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ്, ഒരു കൂട്ടം കളക്ഷൻസിനാണ്.